തൃശൂരിൽ ആനയിടഞ്ഞ് നാശനഷ്ടമുണ്ടാക്കിയ സംഭവത്തിൽ ബി.ജെ.പി. നേതാവ് ബി. ഗോപാലകൃഷ്ണനും മന്ത്രി ഒ.ജെ. ജനീഷും തമ്മിൽ തർക്കം. ആനയെ ഉടൻ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റും. നാശനഷ്ടം നൽകാതെ ആനയെ മാറ്റാൻ സമ്മതിക്കില്ലെന്ന് ബി. ഗോപാലകൃഷ്ണൻ മന്ത്രിയോട് അറിയിച്ചു. വാഹനങ്ങളും വീടുകളുടെ മതിലുകളും ഇടഞ്ഞ ആന തകർത്തു. ഒരു സെക്കൻഡ്. നമ്മുടെ ഇവിടുത്തെ ഒരു 6-7 വീടുകൾ, ഒരു 10-12 വണ്ടികൾ. അപ്പൊ ഈ ആനയെ കൊണ്ട് ആനയുടെ ഉടമസ്ഥൻ പോകാൻ നമ്മൾ അനുവദിക്കില്ല. അപ്പൊ അതിനൊരു ആരെങ്കിലും ഉറപ്പാന്നാണ് നിങ്ങളും കൂടി പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം. ഇത്രയും പബ്ലിക് കൂടുതലുള്ള ഒരു ജനവാസ കേന്ദ്രത്തിലാണ് ഉദ്യോഗസ്ഥർ എല്ലാവരും ആവശ്യപ്പെടുന്നത് നിർത്തുന്നതും ജനങ്ങൾ കൂടുന്നതും കൂടുതൽ പ്രദേശം ഉണ്ടാക്കുന്ന ഘട്ടം വരും. അപ്പോൾ അതുകൊണ്ട് നാശനഷ്ടങ്ങളുടെ കണക്കെടുക്ക് അവിടെ ആനയെ മാറ്റിയെല്ലാം നടപ്പാക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് വേണം അവരൊന്നും മേടിക്കും. അപ്പോൾ അത് നമുക്ക് നാശനഷ്ടങ്ങളുടെ കണക്കെടുത്തതിന് ശേഷം അതിന്റെ കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാക്കും. അപ്പോൾ അവരൊന്ന് എടുത്തോട്ടെ. ആനയെ മാറും. നിങ്ങൾ അങ്ങനെ ബലം പിടിച്ച ഒരു കാര്യം നമ്മൾ അങ്ങോട്ട് പറഞ്ഞ നമ്മൾ കേൾക്കും. നിങ്ങൾ അതായത് നാശനഷ്ടങ്ങളുടെ കണക്കൊക്കെ നിങ്ങൾ എടുത്തോ. നമുക്കൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ, ഒന്നെങ്കിൽ മന്ത്രി അല്ലെ മേയർ അല്ലെങ്കിൽ MLA, ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. അതിന് മുമ്പ് നിങ്ങളൊരു ഉറപ്പ് തന്നാൽ മതി, നാശനഷ്ടങ്ങൾക്ക് കോമ്പൻസേഷൻ തരും എന്ന് പറഞ്ഞാൽ നമ്മൾ പൊക്കോളൂ. നമുക്കൊരു പ്രശ്നമില്ല. കോമ്പൻസേഷനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ നാശനഷ്ടങ്ങളെ പറ്റിയെടുക്കുന്നത്. അല്ല, അങ്ങനെ കണക്കെടുക്കുന്നത് ആ കണക്കിൽ നമ്മുടെ ആൾക്കാർ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഇതിൽ ഈ ആനയുമായി ബന്ധപ്പെട്ട വിഷയത്തില് നാശനഷ്ടങ്ങൾ അല്ല അവസരമില്ല. വളരെ കോടിയിലായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പോയാലും പോയില്ല എനിക്ക് വരുന്നില്ല. അതല്ലാണ്ട് ശരിയാവില്ല. അത്രയാണ്.